ശ്രീ വസന്ത് തെങ്ങുംപള്ളി, ഇവിടെ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയമാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. CPM-ഉം BJP-യും തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ് ആയിരുന്നു. അതുകൊണ്ട് സ്വർണ്ണക്കടത്ത് കേസിലെ അന്വേഷണത്തിൽ കേന്ദ്ര ഏജൻസികൾക്ക് ഒന്നും കിട്ടിയില്ല. ഇപ്പോൾ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് വന്ന് പറയുകയാണല്ലോ, ഏത് ഓഫീസിലാണ് സ്വർണ്ണക്കടത്ത് നടന്നത് അതെല്ലാവർക്കും അറിയാമെന്ന്. ഇത് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ആയുധമാണ്, അത് നിങ്ങൾ പ്രയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ചു പോയതാണ്. അതിനേക്കാൾ അപ്പുറത്ത് എന്ത് അന്വേഷണം വേണമെന്നാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത്? അല്ല ശ്രീ മഞ്ജുഷ്, എല്ലാ കാലത്തും രാജ്യമൊട്ടുക്കും പ്രതിപക്ഷ നേതാക്കളെയും അതുമായി ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരുകളെയും 2014 ഇപ്പുറത്തേക്ക് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വേട്ടയാടിക്കൊണ്ടിരിക്കുമ്പോൾ കേരളത്തിലെ സ്ഥിതി മറ്റൊന്നാണ്. ഇവർ അത് അങ്ങനെയൊക്കെയാണ് എന്ന് പറയുമെങ്കിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് 2 മാസം മുമ്പ് കേരളത്തിൽ ഉണ്ടായിരുന്ന എല്ലാ അന്വേഷണങ്ങളും അവസാനിപ്പിച്ച് ഡൽഹിക്ക് വണ്ടി കയറിയവരാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ. നോക്കൂ, ലൈഫ് മിഷൻ കേസ് എക്സാമ്പിൾ 1, ലൈഫ് മിഷൻ കേസ്. ആ ലൈഫ് മിഷൻ കേസിൽ ലൈഫ് മിഷന്റെ ചെയർമാന്റെ പേര് സംസ്ഥാനത്തെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ എന്നാണ്. ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ട് ക്രമക്കേട് കണ്ടെത്തിയിട്ടുണ്ട് എന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പറയുകയും അതിന് അവരുടെ ഭാഗത്ത് തെളിവുണ്ടെന്ന് പറയുകയും അവരുടെ റിപ്പോർട്ടിൽ തന്നെ ആ ക്രമക്കേടിന്, ആ അഴിമതിക്ക് വേദിയായത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ക്ലിഫ് ഹൗസ് ആണ് എന്ന് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടും ഇതുവരെ ലൈഫ് മിഷൻ ചെയർമാൻ പ്രതി ചേർക്കപ്പെട്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ ഓഫീസിൽ ചോദ്യം ചെയ്യപ്പെട്ടിട്ടില്ല. രേഖ എടുക്കാൻ വേണ്ടി അന്വേഷണ ഏജൻസികൾ ചെന്നിട്ടില്ല. യാതൊരുവിധ നടപടികളും അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി, അദ്ദേഹത്തിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ തന്നെ ഒരു കേസിൽ പ്രതിയാവുന്നു. അദ്ദേഹം ജയിലിലേക്ക് പോകുന്നു. ജയിലിലേക്ക് പോകുമ്പോൾ CM രവീന്ദ്രൻ ജയിലിലേക്ക് പോകുന്നത് ഈ മമ്മൂട്ടിയൊക്കെ ചില സിനിമയുടെ ലൊക്കേഷനിലേക്ക് പോകുന്നത് പോലെ ഈ കൈ ഉയർത്തി കാണിച്ച് അഭിവാദ്യം ചെയ്തുകൊണ്ടൊക്കെയാണ് നമ്മൾ കണ്ടാണ്. എന്നിട്ട് പോലും മുഖ്യമന്ത്രിയിലേക്ക് അന്വേഷണം എത്തുന്നില്ല, അദ്ദേഹത്തിലേക്ക് പ്രതി ചേർക്കപ്പെടുന്നതിലേക്ക് എത്തുന്നില്ല. എന്തുകൊണ്ടാണത്? കൊടകരയടക്കം ലാവ്ലിനടക്കം വെച്ച് ഒരു വലിയ സെറ്റിൽമെന്റ് ഉണ്ടാവുകയാണ്. ഈ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ തവണ മാറ്റിവെച്ച, ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ അങ്ങനെയാണെങ്കിൽ എന്തിന് പ്രധാനമന്ത്രി ഇവിടെ വന്ന് പറയണം? ഇങ്ങനെ ഒരു സ്വർണ്ണക്കടത്ത് കേസിനെ കുറിച്ച് എന്തിനും പ്രധാനമന്ത്രി കേരളത്തിൽ വന്ന് പറയണം? നേരത്തെ യുവം പരിപാടിയിൽ പങ്കെടുക്കവേ കേരളത്തിൽ തന്നെ പ്രധാനമന്ത്രി ഇതേ കാര്യം പറഞ്ഞതാണ്, ഇതിന് സാദൃശ്യമായ കാര്യം പറഞ്ഞതാണ് സ്വർണ്ണക്കടത്ത് കേസിനെ കുറിച്ച്. അത് എന്തുകൊണ്ട് അങ്ങനെ പറയണം ശ്രീ വസന്ത്? അതിലേക്കാണ് ശ്രീ മഞ്ജുഷ് ഞാൻ വരുന്നത്. അതായത് വളരെ കൃത്യമാണ്. അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് ഈ രാജ്യത്ത് ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസും വിദേശ വിനിമയ ചട്ടവുമായി ബന്ധപ്പെട്ട് പ്രതി ചേർക്കപ്പെട്ടിട്ടില്ല, ആരോപണ നിഴലിൽ വന്നിട്ടില്ല. സ്വർണ്ണക്കള്ളക്കടത്ത് എന്ന രാജ്യദ്രോഹ കുറ്റവുമായി ബന്ധപ്പെട്ട് വന്നിട്ടില്ല. എന്നിട്ടും അവിടേക്ക് എത്തപ്പെടാതിരുന്നത് ചില സെറ്റിൽമെന്റുകളുടെ ഭാഗമാണ്. ഇപ്പൊ അങ്ങ് ചോദിച്ചല്ലോ എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇപ്പോഴിത് പറയുന്നത്? ഇപ്പോൾ പറയുന്നതിന് കാരണമുണ്ട്. ഒന്ന്, ഗവർണറുമായുള്ള ഇവരുടെ സ്വരച്ചേർച്ച, കെമിസ്ട്രി, അത് തെറ്റിയിരിക്കുന്നു. പണ്ടൊക്കെ ചില ഗിമ്മിക്കുകൾ അവര് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വാടാ പോടാ പോർവിളികൾ നടത്തി സെറ്റിൽ ചെയ്യുമായിരുന്നെങ്കിൽ ഇപ്പോൾ അത് മാറിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടല്ലോ. അപ്പൊ ഇവരുടെ ചില ടേംസ് അവിടെയും ഇവിടെയൊക്കെ തെറ്റിയിട്ടുണ്ട്. തൃശ്ശൂർ അടക്കം തിരുവനന്തപുരം അടക്കം 2 മണ്ഡലങ്ങൾ BJP A ക്ലാസ് മണ്ഡലങ്ങളായി കണ്ടുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ്. അപ്പൊ അവിടെയൊക്കെ ചില അഡ്ജസ്റ്റ്മെന്റുകൾ ആവശ്യമായി BJPക്ക് വരും. അത് CPM-നെ ഒന്ന് ഓർമ്മപ്പെടുത്തിയാണ് പ്രധാനമന്ത്രി ചെയ്തത് എന്നാണ് ഞങ്ങളുടെ ആരോപണം.